அதிகாரிகளுக்கும் மற்றும் அனைத்து மத சகோதரர்களுக்கும் நிகழ்ச்சியின் பலமான நன்றியும் வணக்கத்தையும் தெரிவித்துக் கொள்கின்றோம். மேடையில் அடுத்தபடியாக மேடையில் மாமேதையாக விளக்கும் சிறந்த பேச்சாளர் ஹசன் சகாபி போன்றோர் உங்களுடன் சிறப்புரை ஆற்றுகின்றனர். அடுத்ததாய தேதியில் ஆதர்ஷ வைதிகளுடன் பேணி சங்கம் ഹസൻ സക്കാഫി പൂക്കോട്ടൂർ നമ്മോട് സംവദിക്കുന്നു. ഉസ്താദിനെ സാദരം അധ്യക്ഷതയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. الله سبحانه وتعالى ഈ മുബാറക്കായ സദസ്സ് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാരണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ ആരൊക്കെയാണോ അധ്വാനിച്ചിട്ടുള്ളത്, ഒരു വാക്ക് കൊണ്ടെങ്കിലും ഈ സദസ്സിനെ സഹായിച്ചവരുണ്ടെങ്കിൽ എല്ലാവർക്കും നീ ഖൈർ വിധിക്കണം റഹ്മാനെ. എല്ലാ ആഫത്ത് ബലാഅ് മുസീബത്തിൽ നിന്ന് രക്ഷ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. അസ്ഹാബുൽ ബദറിന്റെ ഖാദിമീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയവർ, ഞങ്ങളെ കുടുംബത്തിൽ നിന്നും ബന്ധത്തിൽ നിന്നും മരണപ്പെട്ടുപോയവർ, സമസ്ത എന്ന് പറയുന്ന ഈ വലിയ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ സ്വർഗം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ദുആ ചെയ്യണമെന്ന് പലരും ഞങ്ങളോട് പറയാറുണ്ട്. അവരുടെയും ഞങ്ങളെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മജ്ലിസ് നൂർ എന്ന ആത്മീയ സദസ്സ് സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രൗഢമായ പ്രഭാഷണം നടന്നിട്ടുള്ള ഈ മഹത്തായ വേദിയിൽ നടക്കുകയാണ്. അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നത് മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഈ സദസ്സിൽ ഒരു സുദീർഘ പ്രസംഗത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏകദേശം 6 മണിക്കൂർ സമയമായി ഈ ഒരു സദസ്സുമായി നിങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ഒരു നല്ല മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം, യാത്രയിലും മഹാനാകുന്ന ഉസ്താദിനെ സ്വീകരിക്കുന്ന വേളയിലും ഒക്കെയായി മഴ കൊണ്ടവരും നനഞ്ഞവരും ഇതിനു വേണ്ടി ഓടി നടക്കുന്നവരും ഒക്കെ പ്രയാസപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു സുദീർഘ പ്രസംഗം എന്നതിലേറെ ബദർ ബൈത്ത് ദുആ ചെയ്യലാണ് എല്ലാവരും ഞാൻ ഈ സമയത്ത് പ്പിക്കാതെ ഒരു 2 വാക്ക് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിലൂടെ, താബിഈകളിലൂടെ, അത്ബാഉകളിലൂടെ, മദ്ഹബിന്റെ പണ്ഡിതന്മാരിലൂടെ, സലഫ് സ്വാലിഹീങ്ങളിലൂടെ, മശായിഖുമാരിലൂടെ പ്രചരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. മഹാനാകുന്ന ഖുതുബുസ്സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി ബരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്
അവരുടെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ സമാനിൽ അറിയപ്പെട്ടിട്ടുള്ള മശായിഖുമാർ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ഉലമാക്കൾ അവരെ വിളിച്ചുകൂട്ടി ഇത്ര കാലം ലോകത്ത് നിലനിന്നിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമിനെ ഒരു ചെറിയ ഒരു മാറ്റത്തിന് പോലും വിധേയമാക്കാതെ നിലനിർത്തുക എന്നുള്ള ഒരു ബാധ്യത നമുക്ക് ഇവിടെ ഉണ്ട്. ആ ബാധ്യത നിലനിർത്തുന്നതിന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വമായ ഒരു സഭ വേണം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളെ കൊണ്ട് മുഅ്മിനീങ്ങളെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു. ആ ഉത്ബോധനത്തിന്റെ ഭാഗമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഏറ്റവും മഹത്വമുള്ള ഒരു സംവിധാനം നേരത്തെ മഹാനാകുന്ന ശൈഖുന ഇവിടെ പരിചയപ്പെടുത്തി തന്ന ആ ഒരു സംവിധാനത്തെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ നമുക്ക് വേണ്ടി സ്ഥാപിക്കുന്നു. ആദർശവിശുദ്ധിയിൽ 90 വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് ഈ ഉപ്പട്ടിയിലെ ജനങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് പറയാനുള്ളത്. ഇന്ന് ഇവിടെ സ്വാഗതം മുതൽ ഇവിടുന്ന് കേൾക്കുന്ന ഓരോ അനൗൺസുകളും ഈ സദസ്സിലുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് ഉയരുന്ന ആവേശമുള്ള തക്ബീറുകൾ വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഒരു സംവിധാനത്തിന്റെ തണലിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ ഉല്ലാസത്തിന്റെ കഥയാണ്. ഏതൊരു കാലത്തും ഇസ്ലാമിന് ശത്രുക്കളുണ്ടാവും. ഇസ്ലാമാണെങ്കിൽ ശത്രുക്കൾ ഉറപ്പാണ്. ആ ശത്രുക്കൾ പല രൂപത്തിലും കടന്നു വരും, വല്ലാതെ വേദനിപ്പിക്കും പലരെയും. പക്ഷേ ആ വേദനകളിൽ അല്ലാഹുവിന്റെ ദീനിൽ ഒരു മനസ്സമാധാനത്തോടെ ഇലാഹാകുന്ന റബ്ബിലേക്ക് നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാത് കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ മറുമരുന്ന് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യും. ആ പരിഹാരം ഇവിടെ നിങ്ങൾക്ക് മജ്‌ലിസിന്നൂരിലൂടെ പാണക്കാട് തങ്ങൾ തന്നപ്പോൾ നിങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മാത്രമല്ല, ലോകം മുഴുവനും ഇന്ന് ആസ്വദിക്കുകയാണ്. അങ്ങനത്തെ ഒരു മജ്‌ലിസിന്നൂരിന്റെ സദസ്സിൽ വെച്ച് നമ്പറിട്ട് 3 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ വിശദീകരിക്കാതെ പറയും. എന്നിട്ട് നമുക്ക് ബദർബൈത്ത് ചെല്ലാം. ഒന്നാമതായി അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത് അത് പരിശുദ്ധമായ ഒരു ആശയമാണ്. ആ ആശയം ഒരാൾക്ക് പോക്കറ്റിൽ വെക്കാൻ പറ്റുന്നതല്ല. ആ ആശയം ഒരാൾക്ക് ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെക്കാൻ പറ്റിയതല്ല. ആ ആശയം എന്നുള്ളത് സമൂഹത്തിന് മുമ്പിലേക്ക് സ്വാഭാവിക രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആ ആശയം കൽബിനകത്ത് നിറഞ്ഞു നിൽക്കേണ്ടതാണ്. നാവിലൂടെ പറയാൻ ആളുകളേറെയാണ്. സുന്നികളാണ് എന്ന് പറഞ്ഞ് എത്ര ആളുകൾ ലോകത്ത് നടക്കുന്നുണ്ട്? സുന്നികളാണ് എന്ന് പറഞ്ഞു. അതേസമയത്ത് സുന്നികളാണ്, മുസ്ലിമീങ്ങളാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ ആളുകളാണ്, ഇതൊക്കെ നാവിലൂടെ പറഞ്ഞതുകൊണ്ടായില്ല. ഇത് കൽബിനകത്ത് കടന്നു വരേണ്ടതാണ്. പാണക്കാട് തങ്ങളാണ് ഈ ഉമ്മത്തിനെ നയിക്കുന്നതെങ്കിൽ മഹാനാകുന്ന തങ്ങളുടെ കൽബിൽ നിന്നുള്ള ഏറ്റവും മധുരമുള്ള ഒരു ആശയമാണ് ഇന്ന് സമൂഹത്തിന്റെ നാവിലൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മജ്‌ലിസുന്നൂർ, അസ്ഹാബുൽ ബദർ ഇസ്മുകൾ. ഇതിൽ ഭൗതികമായി വല്ലതുണ്ട്? ഇതിൽ ഭൗതികമായി വല്ലതുമുണ്ടോ? ഇന്ന് 4000-ഓളം സദസ്സുകൾ മാസത്തിൽ നടക്കുന്നു. മഹാനാകുന്ന തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സദസ്സ് തന്റെ ഭൗതികതക്കോ തന്റെ പ്രചണ്ഡമായ പ്രചാരത്തിനോ ഉപയോഗപ്പെടുത്താറില്ല. എവിടെയും തങ്ങൾ അത് വെച്ചിട്ട് ആളുകളെ വശീകരിക്കാൻ പോകാറില്ല. മഹാനാകുന്ന തങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനാകുന്ന സൈനുൽ ഉലമ നേരത്തെ പറഞ്ഞതുപോലെ സ്വാലിഹീങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് ഈ ഉമ്മത്തിനെ ഇന്ന് പരിശീലിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പള്ളി വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്കൂൾ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരീരത്തിന് സുഖം വേണമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിന് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും മഹാന്മാരോടൊപ്പം നിൽക്കുക. അതുതന്നെയാണ് സുന്നത്ത് ജമാഅത്ത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഈമാനിനെ പറഞ്ഞു, തഖ്വയെ പറഞ്ഞു. ഈമാനും തഖ്വയും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സ്വാദിഖീങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയണം. അല്ലാത്തവന്റെ കൂടെ നിന്നാൽ ഈമാനും തഖ്വയും ഉണ്ടാകില്ല. ഇന്ന് തലപ്പാവ് ധരിക്കാൻ, താടി വെക്കാൻ,
വേഷമൊക്കെ അല്ലാഹുവിന്റെ ദീനിന്റെ വേഷമായി നടക്കാനും ആളുകൾ ഏറെയുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ സാമ്പത്തിക സൗകര്യത്തെയും അവരുടെ ഭൗതികമായ ഭദ്രതയെയും ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഇകഴ്ത്തി പറയാൻ അവർ തയ്യാറാവുകയാണ്. എനിക്ക് നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ അത് മുഅ്മിനീങ്ങൾക്ക് വേദനയുള്ള കാര്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ട് എന്ന് പറയുന്നത് എന്റെ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയാകുമ്പോൾ പിന്നെ എന്നെ സുന്നിയാണ് എന്ന് ജനങ്ങൾ പറയാൻ തയ്യാറായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തയ്യാറാകൂല, അമ്പിയാക്കൾ തയ്യാറാകൂല, ഔലിയാക്കൾ തയ്യാറാകൂല. അവരെല്ലാവരും മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷതയെ അംഗീകരിച്ചവരാ. അംഗീകരിക്കാൻ കഴിയാതെ പോയാൽ എങ്ങനെയാണ് അവൻ ആഖിറത്തിൽ രക്ഷപ്പെടുക? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്നുള്ളത് നമ്മുടെ ആദർശമാണ്, നമ്മുടെ ആശയമാണ്. നമ്മുടെ രാജ്യം ഏതാണെങ്കിലും, നമ്മുടെ സംസ്ഥാനം ഏതാണെങ്കിലും, ഭാഷ ഏതാണെങ്കിലും, തൊഴിലേതാണെങ്കിലും, രാഷ്ട്രീയം ഏതാണെങ്കിലും ആദർശം അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഈ പരിശുദ്ധമായ വഴിയിൽ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് ധാരാളം മഹാന്മാരെ കാണുകയാണ്. അവർ ഒരാൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇകഴ്ത്തിയിട്ടില്ല, ഒരിക്കൽ പോലും ഇകഴ്ത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ ദർജയ്ക്ക് ഭംഗം വരുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സൂചന അവരുടെ ജീവിതത്തിൽ അവർ പ്രകടിപ്പിച്ചിട്ടില്ല. അത്രമാത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ രക്ഷപ്പെടാൻ കൊതിച്ചവരാണ് ഈ ഉമ്മത്ത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കീഴിൽ 9 പതിറ്റാണ്ട് കാലമായി സംഘടിതമായി നിൽക്കുന്നതിൽ ഒരേ ഒരു മുറാദ് മാത്രമാണുള്ളത്. ആദർശ രംഗത്ത് നമുക്ക് വീഴ്ചകൾ വരാൻ പാടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിവരം വളരെ കുറവാണ്. ഓരോരുത്തരും ആലോചിച്ചു, നമ്മുടെ വിവരം നമ്മൾ ആലോചിക്കണ്ടേ? എല്ലാവരും സ്വന്തം വിവരത്തെക്കുറിച്ച് നമുക്ക് വിവരം കുറവാണ്. അതുകൊണ്ട് വിവരമില്ലാത്ത നമ്മളെ വിലയിരുത്തിയാൽ മതരംഗത്ത് വലിയ വീഴ്ചകൾ, അപകടങ്ങൾ സംഭവിച്ചു പോകും. എന്നാൽ വിവരമുള്ള ആലിമീങ്ങൾ നമ്മൾ നയിക്കാനുണ്ടെങ്കിലും, ഉദാഹരണം സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ, ഇന്ന് ആ മനുഷ്യൻ സംസാരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു പച്ചയായ യാഥാർത്ഥ്യം, കളങ്കമില്ലാതെ, കാപ്പട്യമില്ലാതെ, സദസ്സിലിരിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തണം എന്ന ചിന്ത പോലുമില്ലാതെ ഇലാഹാകുന്ന റബ്ബിനെ മാത്രം ഓർത്തുകൊണ്ട് സംസാരിച്ച ഒരു മനുഷ്യൻ. അല്ലാഹുവേ ദീർഘായുസ്സ് നൽകണമാണ്, ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. വിവരമുള്ള ഒരു ആലിമ്, ആ ആലിമ് നമുക്കൊരു കാര്യം പറഞ്ഞെന്നാൽ അൽഹംദുലില്ലാ പിന്നെ വീഴ്ചയില്ല. നിങ്ങൾക്കറിയാം, സൗദിയിൽ പോയ ആളുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. സൗദിയിൽ പോയ ആളുകൾ പരിശുദ്ധ മക്കയിലെ ഹറമിൽ തറാവീഹിന് കൂടിയ ആൾക്ക് പഴയ കാലത്തെ അവിടുത്തെ സ്വഭാവം എന്താണ്? തറാവീഹ് നിസ്കാരം കഴിയും, ഉടനെ തന്നെ വിത്ർ നിസ്കരിക്കും. അങ്ങനെയാണ്. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ ധാരാളം സ്ഥലത്ത് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ദർസ് നടക്കും. സൈനുൽ ഉലമ ചെറുശ്ശേരി സാധുരിക്ക് ഉംറയ്ക്ക് വേണ്ടി അവിടെ ചെന്ന സന്ദർഭമാണ്. കഅബത്തിന്റെ പരിസരത്ത് തവാഫൊക്കെ കഴിഞ്ഞ് മസ്ജിദുൽ ഹറാമിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് തുടങ്ങി ഇരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ദർസ് നടക്കുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ആ ദർസിലൊക്കെ പോയിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തുള്ള കരക്ക് വന്നെങ്കിയിരിക്കും. സൗദിയിലെ പണ്ഡിതന്മാരെങ്ങനെ ദർസ് നടത്തും. ആളുകൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കും. ഈ സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് മഹാനാകുന്ന ചെറുശ്ശേരി ഉസ്താദ് ആ പഴയകാല സ്വഭാവത്തോടെ പരിശുദ്ധ ദീനിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ച കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മശക്തിയുള്ള കർമ്മശാസ്ത്ര പണ്ഡിതനല്ലേ മഹാനാകുന്ന സൈനുൽ ഉലമ. അവിടെ ദർസ് നടത്തിയ പണ്ഡിതനോട് ചോദിച്ചു, നിങ്ങൾ രാത്രിയിലെ അവസാനത്തെ നിസ്കാരം വിത്റാകണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ തറാവീഹ് കഴിഞ്ഞ ഉടനെ തന്നെ വിത്ർ നിസ്കരിക്കാനുള്ള അവിടെ ചെയ്യുന്നത്? അദ്ദേഹം ഹദീസ് പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ആദ്യം ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റത്തെ വർഷം മുതൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകും. പിന്നെ എല്ലാവരും ഒന്ന് ഉറങ്ങി, പിന്നെ സുബഹിന്റെ അല്പം മുമ്പായിട്ട് എല്ലാവരും വന്ന് ജമാഅത്തായിട്ട് ഖിയാമുൽ ലൈൽ തറാവീഹിന്റെ ശേഷമുള്ള ആ വിത്ർ അവസാനത്തേക്ക് മാറ്റി. സൈനുൽ ഉലമയുടെ ഒറ്റ വാക്കായിരുന്നു. ഇന്നും മസ്ജിദുൽ ഹറാമിൽ കാണുന്നത് അങ്ങനെയാണ്. ഈ വിഷയം ഒരിക്കൽ ഞങ്ങളൊന്ന് സദസ്സിൽ പറഞ്ഞുകൊള്ളട്ടെ എന്ന് ഉസ്താദിനോട് ഉസ്താദ് പറയാം. അത് അവരെ ശ്രദ്ധയിൽ വരാത്തൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി എന്നല്ലാതെ അതിപ്പോ സദസ്സിൽ പറയാൻ മാത്രമുണ്ടോ? ഇങ്ങനെ ജീവിക്കുന്ന ഒരു ആലിമ എന്റെ മുമ്പിലുണ്ടെങ്കിൽ എനിക്കൊരു പേടിക്കാനില്ല, എനിക്ക് വഴി തെറ്റാൻ പോകുന്നില്ല.
കാരണം സമസ്തയുടെ പണ്ഡിതന്മാരിൽ ആദ്യത്തെ സെക്രട്ടറി മഹാനാകുന്ന വനക്കൽ തങ്ങൾ പ്രസിഡന്റ് ആകുമ്പോൾ ഒന്നാമത്തെ സെക്രട്ടറി മൗലാന PV മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, ആ വലിയ പണ്ഡിതനായിരുന്നു. 1926 മുതൽ 1950 വരെ മഹാനാകുന്ന PV ഉസ്താദ് സമസ്ത ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കുകയാണ്. 50 മഹാനാകുന്ന ശൈഖുന ലോകത്തോടങ്ങ് വിട പറഞ്ഞപ്പോ 50 മുതൽ സമസ്തയുടെ സെക്രട്ടറി മഹാനാകുന്ന മൗലാന നവ്വറല്ലാഹു മർഖദഹു ശൈഖുനയാണ്. 56 ഡിസംബറിൽ ബഹുമാനപ്പെട്ട പറവണ ഉസ്താദ് ആരോഗ്യം വളരെ ക്ഷീണിച്ചു പോയപ്പോ സമസ്തയെ ശക്തിപ്പെടുത്തേണ്ട ഈ സമയത്ത് ഞാൻ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ, അതുകൊണ്ട് പകരം ഒരാളെ തെരഞ്ഞെടുക്കണം എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരോട് ഉപദേശിച്ചു. ആ ഉപദേശപ്രകാരം 57ന്റെ ആദ്യ ഭാഗത്ത് ബഹുമാനപ്പെട്ട മുശാവറ പണ്ഡിതന്മാർ ഒന്നിച്ചു കൂടിയിരുന്നിട്ട് സമസ്തയുടെ 3ാമത് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെയാണ്. ശംസുലമായി തങ്ങൾ 996 വഫാത്താകുന്നവരെ ആ പദവിയിലാണ്. ശൈഖുന ഈ ലോകത്തോടങ്ങ് വിട പറഞ്ഞപ്പോൾ 4ാമത് സമസ്ത ജനറൽ സെക്രട്ടറിയായി ഈ പദവിയിൽ അള്ളാഹു കൊണ്ടുവന്നത് സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെയാണ്. സമസ്തയുടെ 90 വർഷത്തെ ഈ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. തങ്ങളുടെ ഉപ്പാപ്പ DC പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ ഉപ്പാപ്പ എത്തും, ഇത്രയും പെട്ടെന്ന് എത്തും ഇൻഷാ അല്ലാഹ്. DC പോയിട്ടുണ്ട് തങ്ങളുടെ ഉപ്പാപ്പ. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ ഉപ്പാപ്പക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി ഉസ്താദ് അവറുകളാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയെ സംബന്ധിച്ച് വളരെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതും നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് അറിയേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലർക്കും അറിയാത്ത, ഇൻഷാ അല്ലാഹ് ലൈവാണോ നമ്മൾ അറിയാത്ത പലതും നമ്മൾ നിന്ന് മഹാന്മാരായ ഉസ്താദുമാർ മറച്ചു വെക്കുന്നുണ്ട്. നമുക്കറിയുന്നില്ല ഉസ്താദുമാരുടെയും അനുഭവങ്ങളും അവരുടെ സ്വഭാവവും. അതുപോലെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. മുമ്പിൽ പോയി പലരെയും നേതാക്കളായി ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷെ ഇന്ന് അവർ ഞങ്ങളെ വഞ്ചിക്കുകയാണ്. സാമ്പത്തികമായി ഞങ്ങളെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും 1000 വാങ്ങിയിട്ട് ഞങ്ങളെ കബളിപ്പിച്ചാൽ അതങ്ങ് പുറത്തു കൊടുക്കാമായിരുന്നു. പക്ഷെ ആശയപരമായി ഞങ്ങളെ വല്ലാതെ കബളിപ്പിക്കുകയാണ്. ഔലിയാക്കൾ അവർ ആക്ഷേപിക്കുകയാണ്, സ്വാലിഹീങ്ങളെ എതിർക്കുകയാണ്. എവിടെയെങ്കിലും മഹാന്മാരാകുന്ന ബദരീങ്ങളെ ഇസ്മുകൾ ചെല്ലുന്ന ഒരു സദസ്സുണ്ടെങ്കിൽ അതിനെ വരെ ഇവിടെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഔലിയാക്കളെ കണ്ടുകൂടാ. മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ വരെ ഒരു ഭാഗത്ത് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക, മറ്റൊരു ഭാഗത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഭൗതിക ലോകത്ത് ദീൻ നശിപ്പിക്കാൻ ആരൊക്കെയാണോ കടന്നു വരുന്നത്, ഉദാഹരണമായി ജൂതന്മാർ, ഇസ്രായേൽ, സിയോണിസ്റ്റുകൾ, ഏതു കാലത്തും ഇസ്ലാമിന് 2 ശത്രുക്കളാണ്. ആ ശത്രുക്കൾക്ക് നേരെ ഒരു എതിരഭിപ്രായം പോലും പറയാൻ തയ്യാറാവാതെ അവരൊക്കെ പള്ളി ഉണ്ടാക്കാൻ പൈസ തരുന്നവരാണ് എന്ന് പറഞ്ഞ് ജൂതന്മാരെ പുകഴ്ത്താൻ ഒരു ഭാഗത്ത് കടന്നു വരിക. ആയിരക്കണക്കിന് മനുഷ്യ മക്കളെ ചുട്ടുകൊല്ലാൻ നേതൃത്വം നൽകിയ ഒരാളെ പാടി പുകഴ്ത്താനുള്ള വക്രതയിലാണ് ഈ മനുഷ്യർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സങ്കടപ്പെടുന്നത് ദുനിയാവിന്റെ കാര്യമല്ല, 1000 കൊല്ലം ജീവിക്കേണ്ട ഒരു ലോകത്തിന്, സംവിധാനത്തിന് നിലനിൽക്കാനല്ല ഇതൊന്നും പറയുന്നത്. ഇന്നത്തെ ഈ രാത്രിയിൽ ലോകത്തോട് വിട പറയേണ്ടവനാണ് ഞാനെങ്കിൽ ദീനനെ ഒറ്റുകൊടുക്കുന്ന ഒരുത്തന്റെ പിന്നിൽ ഞാൻ കൂടിയാൽ, ആരംഭ നബിത്തങ്ങളെ ആക്ഷേപിക്കുന്ന ഒരുത്തന്റെ പിന്നിൽ ഞാൻ കൂടിയാൽ, അല്ലാഹുവിന്റെ ദീനിന്റെ വേഷം മാത്രം സ്വീകരിച്ച് അകത്ത് മഹാന്മാരെ കണ്ടുകൂടാത്ത ഒരുത്തന്റെ പിന്നിൽ ഞാൻ കൂടിയാൽ എങ്ങനെയാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുക? എന്റെ ഈമാനും എന്റെ തഖ്വയും അല്ലാഹു സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅസ് സ്വാദിഖീൻ, സ്വാദിഖീങ്ങൾക്കൊപ്പം നിൽക്കാൻ
മനസ്സിലാക്കാൻ കഴിയേണ്ടതല്ലേ? അതുകൊണ്ട് ആദർശമെന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് അത് സ്വാലിഹീങ്ങൾക്കൊപ്പം നിൽക്കലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട SYSSFന്റെ പ്രവർത്തകന്മാർ, SYSന്റെ പ്രവർത്തകന്മാർ, സമസ്തയുടെ ഹാദിമീങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. നാം നിൽക്കുന്ന പാത കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ചുപോയ കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുല്ലാ ആ മഹാനാകുന്ന വലിയന്റെ പാതയാണ്. ശംസുൽ ഉലമായി റഹിമഹുല്ലാ ആ മഹാനാകുന്ന വലിയന്റെ പാതയാണ്. 41 കൊല്ലം സമസ്തയുടെ മുശാവറയിൽ ഇരുന്ന് അവസാനം ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞപ്പോ ആ മനുഷ്യന് നേരെ 41 തവണ ജനാസ നിസ്കരിച്ചത് കേരള ചരിത്രത്തിൽ ഒരേ ഒരു മനുഷ്യന്റെ പേരിൽ പറയാൻ കഴിയൂ. അത് കാളമ്പാടി ഉസ്താദ് ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. അവരാണ് നമ്മുടെ ഈ സംഘത്തെ നയിച്ചിട്ടുള്ളത്. നല്ലവരുടെ പിന്നിലാണ്. ഒരിക്കലും ദുനിയാവിന്റെ സമ്പത്തിന്റെ ഭൗതികതയുടെ ജാഥകളുടെ പിന്നിൽ നിൽക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വന്നിട്ടില്ല. ആരാണ് ഈ വഴി നമുക്ക് കാണിച്ചു തന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഉമ്മത്ത് ഒരിക്കലും തെറ്റിപ്പോകാതിരിക്കാൻ, ആദർശ രംഗത്ത് നിങ്ങൾക്ക് വീഴ്ച വരാതിരിക്കാൻ പാണക്കാട് സാദാത്തുക്കൾക്ക് പിന്നിൽ നിൽക്കണമെന്ന് ഈ ഉമ്മത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞത് ശംസുൽ ഉലമായി റഹിമഹുല്ലാ ആ മഹാനാകുന്ന വലിയാണ്. ഈ ഉമ്മത്ത് മുഴുവനും അവരോട് കടപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കടമ നിർവഹിക്കാൻ വേണ്ടി നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് എന്നോ? ഈ സംഘത്തെ ഇന്ന് ലോകത്തറിയപ്പെടുന്നത് EK വിഭാഗം എന്നാണ്. അൽഹംദുലില്ലാഹ്, അതൊരു വലിയ സൗഭാഗ്യം. ഒരു വലിയന്റെ പേരിൽ സംഘടന അറിയപ്പെടാന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ സൗഭാഗ്യം എന്താ? മറുഭാഗം ഇരുന്നാലോചിക്കട്ടെ ആരുടെ പേരിലാണ് നമ്മുടെ സംഘത്തെ അറിയപ്പെടുന്നത്? ആലോചിക്കണ്ടേ? ഒരു മഹാനാകുന്ന വലിയന്റെ പേരിൽ ഈ സംഘത്തെ അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു വെറുതെ കൊണ്ടെത്തിച്ചതല്ല. കാരണം ഏത് വലിയ പ്രളയം വന്നിട്ട്, സാമ്പത്തിക പ്രളയം വന്നിട്ട്, ഭരണപ്രളയം വന്നിട്ട്, വലിയ വലിയ അധികാരികളും അഹങ്കാരികളും മേലെ നിന്ന് നയിച്ചാലും ആ പ്രളയത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഏറ്റവും നല്ല ഒരു കപ്പൽ പരിചയപ്പെടുത്തിയത് ശംസുൽ ഉലമയാണ്. ഏത് കപ്പൽ? അഹ്ലു ബൈത്ത് കസഫീനത്തി നൂഹ്. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ, അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ കസഫീനത്തി നൂഹ്. ലോകമാകെ ജലപ്രളയത്തിൽ കിടക്കുമ്പോ ആ പ്രളയത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമുള്ള ഒരു കപ്പൽ, അത് നൂഹ് നബിയുടെ കപ്പലാ. ആ കപ്പലിന് സമാനമാണ് എന്റെ പ്രിയപ്പെട്ട അഹ്ലു ബൈത്ത് എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് 1 ആരംഭിച്ച പ്രളയം. റജബ്, ശഅബാൻ, ശവ്വാൽ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ 6 മാസം ലോകമാകെ വെള്ളത്തിൽ കിടന്നു. മുഹറം 10 ആ പരിശുദ്ധ കപ്പൽ ഊദി പർവ്വതത്തിൽ അണയുകയാണ്. ആ കപ്പലായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ. ആ നൂന്, ആമീൻ എന്നതിലെ നൂന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൂചിപ്പിക്കുകയാണ് എന്ന് മശായിഖ്മാര് പറയാറുണ്ട്. നമുക്ക് ആമീൻ എന്നൊക്കെ പറഞ്ഞാല് ശ്രദ്ധല്ലാതെ ഉസ്താദിനെ ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധല്ലാതെ ആമീൻ പറഞ്ഞ സാധന. നേരത്തെ ഇവിടെ ആരാ ബഹുമാനപ്പെട്ട ആരോ പറഞ്ഞല്ലോ സ്വാഗതത്തിൽ ബഹുമാനപ്പെട്ട അജ്മീർ ഫഖീർ അവിടുത്തെ ദുആ ആണ് ആമീൻ. എപ്പോഴും അവിടുത്തെ ദിക്റിൽ ആമീൻ ആമീൻ ഇങ്ങനെ ചെയ്യും. റബ്ബനാ അർഹംനാ ജമീഅ ബിജമീഇ സ്വാലിഹാത്തി ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലെ അലിഫും ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീമും യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമിലെ യാഉം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലെ നൂനും തൗറാത്ത്, സബൂർ, ഇൻജീൽ, ഖുർആൻ 4 കിതാബിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഞാൻ കൊടുക്കുന്ന പരിശുദ്ധമായ ഏറ്റവും ബറക്കത്തുള്ള 4 അക്ഷരമാണ് എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞതാണ് ആമീൻ. അവിടെയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി വരികയാണ്. ആ നൂഹ് നബിയുടെ കപ്പലിന് സമാനമാണ് എന്റെ പ്രിയപ്പെട്ട കുടുംബം.
ആ കപ്പലിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അഹ്ലു ബൈത്ത് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറയുകയാണ് ഫഖദ് നജാ, അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതേ സമയത്ത് ഫമൻ തഖല്ലഫ, എന്താ ഒരു പള്ളിയിലാണ് എന്നെ കൊണ്ട് കഴിയൂലേ, അതിനിപ്പോ തങ്ങളാവശ്യം കുറ്റിയടിക്കാൻ ഞാൻ പോലെ, എന്തിനാ തങ്ങൾ മാസം ഉറപ്പിക്കാൻ എനിക്ക് കഴിയൂലേ, തങ്ങൾ വേണോ എന്ന തരത്തിലേക്ക് തങ്ങന്മാരെ ചോദ്യം ചെയ്തുകൊണ്ട് അഹ്ലു ബൈത്തിനെ മാറ്റിവെച്ചവരാണെങ്കിൽ ഫഖദ് വറഖ, അവർ മുങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദർശം എന്ന് പറഞ്ഞാൽ തോന്നിയത് പറയല്ല, പറയേണ്ടത് പറയലാണ്. അത് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച ശംസുൽ ഉലമാഇ റഹിമഹുല്ലാഹ് പാണക്കാട് സാദാത്തുക്കളുടെ നേതൃത്വത്തിന് കീഴിലായി ഈ ഉമ്മത്തിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഉമ്മത്ത് അനുഭവിക്കുന്നു. രണ്ടാമതായി ഞാൻ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. പാണക്കാട് തങ്ങളിൽ നിന്ന് ഒന്ന് കിട്ടിയാൽ അതിന്റെ സ്വീകാര്യത തങ്ങൾക്കുള്ള സ്വീകാര്യത പോലെ അതിനേക്കാളൊക്കെ ശബ്ദമുള്ളവർ വേറെയുണ്ട്. പാണക്കാട് തങ്ങളെക്കാൾ ശബ്ദമുള്ളവരുണ്ട്. പാണക്കാട് തങ്ങളെക്കാൾ പ്രചണ്ഡമായ പ്രചാരത്തിന് വേലകൾ ഒപ്പിക്കുന്നവരുണ്ട്. പാണക്കാട് തങ്ങളെപ്പോലെയൊന്നുമല്ല, പലരും ആരവങ്ങളായി ബാത്റൂമിലേക്ക് വരെ പോകൽ ആരവങ്ങളായിട്ടാ പോകാം, അങ്ങനെ പോകുന്നവരല്ലേ. അതേ സമയത്ത് താഴേക്ക് മാത്രം നോക്കി നടക്കുന്ന പാവപ്പെട്ടൊരു മനുഷ്യൻ, നീളം കുറഞ്ഞ മനുഷ്യൻ, പതുക്കെ സംസാരിക്കുന്ന മനുഷ്യൻ, എന്നാൽ പഠിച്ചോ സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ വലിയ കിതാബുകളൊക്കെ ഓതി പഠിച്ചിട്ടുള്ളത് ശംസുൽ ഉലമാഇ റഹിമഹുല്ലാഹ് അവിടുത്തെ ദർസിൽ വെച്ചിട്ടാണ്. ശൈഖുനായുടെ ദർസിൽ നിന്നാ വലിയ കിതാബ് ഓതി പഠിച്ചത്. ആ പാണക്കാട് തങ്ങൾ ഇന്ന് ഈ ഉമ്മത്തിനെ നയിക്കുമ്പോ അതിന്റെ സ്വീകാര്യത വെറുതെ വന്നതല്ല, ഒരു രാഷ്ട്രീയ നേതാവായതിന്റെ പേരില്ല എന്ന് ആരും കരുതണ്ട. കേരളത്തിൽ അതിലേറെ വലിയ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരില്ലേ. കേരളത്തിന് മുഖ്യമന്ത്രി മാസർപ്പിച്ചിട്ട് എന്താ പെരുന്നാളാകാത്തത്? രാഷ്ട്രീയ നേതാവല്ല, പാണക്കാട് തങ്ങൾ ആലിയ നേതാവ, അഹ്ലു ബൈത്തിലെ പണ്ഡിതര, ഒരു ആബിദ, മഹാനാകുന്ന പാണക്കാട് ഹൈദരി തങ്ങളോടൊപ്പം സ്വകാര്യതയിൽ എന്റെ ജീവിതത്തിൽ എനിക്കോർമ്മയുണ്ട്. പാതിരാ സമയത്ത് തങ്ങളോടൊപ്പമുള്ള എന്റെ സമയങ്ങൾ എനിക്കോർമ്മയുണ്ട്. തങ്ങളും ഞാനും ഒന്നിച്ചുള്ള യാത്രയിലൊക്കെ ഞാൻ തങ്ങളൊന്ന് അല്പം വിശ്രമിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അല്പം നേരത്തെ എഴുന്നേറ്റ് എല്ലാം റെഡിയായി വാങ്ങി വിളിച്ചിട്ട് തങ്ങളെ ഒന്ന് വിളിച്ചുണർത്തിയാൽ മതി എന്ന് വിചാരിക്കുമ്പോ തങ്ങൾ എന്റെ മുമ്പേ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതിയിരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഇബാദത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ലായിരുന്നു. ആ മഹാനാകുന്ന തങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ സ്ഥിതി? ഒന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ദർസിൽ നിന്ന്, അവിടുത്തെ ആ സാമീപ്യത്തിൽ നിന്ന് ഹൈദരി ശിഹാബ് തങ്ങൾ ആരാണ് എന്ന് വലിയുല്ലാഹി ശംസുൽ ഉലമാഇ റഹിമഹുല്ലാഹ് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തി. 40 കൊല്ലം മുമ്പ് ഹൈദരി ശിഹാബ് തങ്ങൾ ശൈഖുനായുടെ ദർസിൽ പഠിക്കുന്ന ആ കാലത്ത് തന്റെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അഹങ്കരിച്ച് നടക്കല്ല, ആദരവോടെ ഈ തങ്ങളാകുന്ന മുതഅല്ലിമിനോട് അവിടുത്തെ ശരീരത്തിൽ പുരട്ടിയ സോപ്പെന്ന് ചോദിച്ചിട്ട് ഇത് ഞാൻ എന്റെ ശരീരത്തിൽ പുരട്ടട്ടെ എന്ന് അല്ലാഹുവിന്റെ ഔലിയായിൽപ്പെട്ട ശൈഖുന 4 പതിറ്റാണ്ട് മുമ്പ് തന്നെ നിലപാട് സ്വീകരിച്ചത് ഈ ഉമ്മത്തിന്റെ മനസ്സിന് ആവേശം നൽകുന്ന ആത്മീയ കഥയാണ്. അങ്ങനെയാണ് ശൈഖുന അവരെ വളർത്തിയത്, അവരെ മനസ്സിലാക്കിയത്, അവരെ പരിചയപ്പെടുത്തിയത്. എന്നാൽ പൂക്കോയ തങ്ങൾക്ക് ഗൂഢല്ലൂരിലെ ജനങ്ങൾക്ക് പൂക്കോയ പാപ്പാനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ പല മജ്‌ലിസുകൾക്കും നേതൃത്വം നൽകാനും പല പള്ളികളുടെ തുടക്കം കുറിക്കാനും പല നാട്ടിലും ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ വന്നിട്ടില്ലേ. കറാമത്തിന്റെ ഉടമ സ്വാഹിബുൽ കറാമത്താകുന്ന മഹാനാകുന്ന പൂക്കോയ തങ്ങൾ ഹൈദർ ശിഹാബ് തങ്ങൾ അവിടുത്തെ മൂന്നാമത്തെ മകനാണ്. ഒന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, 2 ഉമർ അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മൂന്നാമത്തവനാണ് മഹാനാകുന്ന മജ്‌ലിസുൻ നൂറിന്റെ ആത്മീയ നായകൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അല്ലാഹുവേ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ഹിമ്മത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഹൈദർ അലി ശിഹാബ് തങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോ ഉമ്മ മരിച്ചു. പിന്നീട് വിവാഹം കഴിച്ചു പോയ തങ്ങൾ. അതിലാണ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ജനിക്കുന്നത്, അതിലാണ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ജനിക്കുന്നത്. എന്നാൽ ചെറുപ്പത്തിൽ ഉമ്മ മരിച്ചാൽ ഉണ്ടാകുന്ന വേദന എത്രയാണ്! ഉമ്മ തന്നെ കുളിപ്പിച്ചു തരണം, ഉമ്മ തന്നെ കുപ്പായം ഇട്ട് തരണം,
ഉമ്മ തന്നെ ഭക്ഷണം തരണം, ഒന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഉമ്മയുടെ മാറിടത്തിന്റെ ചൂടേറ്റ് കിടക്കണം. ആ പ്രായത്തിൽ ഉമ്മ അങ്ങ് വിട പറഞ്ഞു പോയപ്പോ ആലോചിക്കണം, പൂക്കോയ തങ്ങളെ കൈ എന്റെ തലയിൽ ഒന്ന് വെച്ചെങ്കിൽ എന്ന് ലോകം മുഴുവനും വിചാരിക്കുമ്പോ ആ പൂക്കോയ തങ്ങളായിരുന്നു ആ കുട്ടിക്കാലത്ത് ഹൈദരലി ശിഹാബ് തങ്ങളെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ പൂക്കോയ തങ്ങൾ തന്റെ മാറിടത്തിലേക്ക് കൂട്ടുവെച്ചിട്ടാ കിടന്നുറങ്ങിയത്. അസ്ഹാബുൽ ബദർ സ്മരിച്ചുകൊണ്ട് ബദർ ബൈത്ത് ചൊല്ലിയിട്ട ആ പ്രിയപ്പെട്ട കുട്ടിയെ താരാട്ടുപാട്ട് പാടിച്ചു. ഒരു മഹാനാകുന്ന വലിയ, അത് സ്വന്തം പിതാവാവട്ടെ ആരാവട്ടെ, ഒരു മഹാനാകുന്ന വലിയ തന്റെ മാറിടത്തിലേക്ക് കൂട്ടിപ്പിടിച്ചാൽ പിന്നെ കിട്ടുന്നത് എന്താണ് എന്നത് ഇപ്പോൾ ഈ ഉമ്മത്ത് അനുഭവിക്കുകയാ. ഞാൻ ഇടക്കിടക്ക് ഓർത്തു പോകാറുണ്ട്, ലോക ചരിത്രത്തിൽ ഇത്ര ലക്ഷം ആളുകളെ കൊണ്ട് ബദർ ബൈത്ത് ചൊല്ലിപ്പിച്ച വേറെ ഒരു പണ്ഡിതന്റെ പേര് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്നല്ലാതെ ലോകത്തിന് പറയാൻ കഴിയില്ല. ആ വലിയ ദർജയിലേക്ക് തങ്ങൾ എങ്ങനെത്തി? ആരാണ് തങ്ങളെ വളർത്തിയത്? ഒന്ന് പൂക്കോയ തങ്ങളാണ്, മറ്റൊന്ന് ശംസുൽ ഉലമയ. രണ്ടുപേരും സമസ്തയുടെ നേതാക്കളാ, രണ്ടുപേരും ഈ ഉമ്മത്തിന്റെ ആത്മീയ നേതാക്കളാ, രണ്ടുപേരും ആദർശ രംഗത്ത് നമുക്ക് കരുത്തു പകർന്നവരാ. അങ്ങനത്തെ ഒരു നേതാവിൽ നിന്നാണ് മജ്ലിസ് നൂർ എന്ന് പറയുന്ന പരിശുദ്ധമായി അമല് കിട്ടിയത്. നേരത്തെ സൈനുൽ ഉലമ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചോ? പാണക്കാട്ട് ത്വരീഖത്തിലൂടെ കിട്ടിയ മജ്ലിസ് നൂർ, പാണക്കാട്ട് ത്വരീഖത്തിലൂടെ ലഭിച്ച ഈ മജ്ലിസ് നൂർ, ബദരീങ്ങളെ ഇസ്മുകളെ ചൊല്ലുന്ന ഈ ബദരീങ്ങളെ പേരുകളെ ചൊല്ലൽ അത് ഖുതുബുൽ അഖ്താബ് തങ്ങളെ ശൈലിയായിരുന്നു, ശൈഖ് റിഫി തങ്ങളെ ശൈലിയായിരുന്നു, അജ്മീർ ഖാജ തങ്ങളെ ശൈലിയായിരുന്നു. എല്ലാ ഔലിയാക്കളുടെയും ഒരു ശൈലിയിൽ കാണാൻ ബഹുമാനപ്പെട്ട ബദരീങ്ങൾ ഇസ്മുകൾ ചൊല്ലുക. അങ്ങനത്തെ ഒരു പരിശുദ്ധമായ സദസ്സ് സംഘടിപ്പിക്കാനും വ്യക്തിപരമായി ഓരോരുത്തർക്കും ചെല്ലാനും പൊതുവായി ഇജാസത്ത് നൽകുകയാണ്. ഇവിടെയാണ് മശായിഖുമാര് പറയുന്നത്, വതറൽ അജായിബ ഇത് അനംത തിലാവതൻ ഫീഹാ മഅൽ സുബാഹി വൽ ഇൻസാനി. രാവിലെയും വൈകുന്നേരവും ഓരോ തവണ ബദരീങ്ങളെ പേരുകൾ ചൊല്ലാൻ ആരൊക്കെ തയ്യാറുണ്ടോ അവർക്ക് മുഴുവനും വതറൽ അജായിബ, അത്ഭുതങ്ങൾ കാണാൻ കഴിയും. സംസാരിക്കാത്തവർ സംസാരം തുടങ്ങും, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും. ഏത് വേദനകളാണെങ്കിലും ദിവസം ഒരു 2 തവണ പ്രഭാതത്തിലും പ്രദോഷത്തിലും സുബാഹിലും മസായിൽ 2 നേരം ചൊല്ലാൻ തയ്യാറുള്ളോ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഒരൊറ്റ നിബന്ധന, ലാക്കിൻ ബിശർത്തിൽ ഇബ്നി മിൻ അർബാബിഹാ, ചൊല്ലാൻ നമുക്ക് അനുമതി തരാൻ യോഗ്യതയുള്ള ഒരു മഹാന്റെ സമ്മതപ്രകാരമായിരിക്കണം. അതാണ് ഈ ഉമ്മത്തിന് കിട്ടിയിട്ടുള്ളത്. ശംസുൽ ഉലമ ഇങ്ങനെ ഒരു നേതൃത്വത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് സംഘടിതമായി പ്രവർത്തിക്കുന്ന സമസ്തയുടെ ഈ വലിയ കുടുംബത്തിന് താങ്ങും തണലും ഒരു ഖാഇദായി മഹാനാകുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മജ്ലിസ് നൂർ ഇത്ര വ്യാപിക്കുമായിരുന്നു, നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുമായിരുന്നു. മഹാനാകുന്ന തങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച പാണക്കാട്ട് അനുഭവം ഉണ്ടായി. ആയിരങ്ങൾ നിറഞ്ഞു നിൽക്കുക, അവിടുത്തെ വരാന്ത മുഴുവൻ ജനങ്ങൾ, അതുപോലെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയ ആ ഭാഗത്തും ജനങ്ങൾ, മുറ്റത്ത് മുഴുവനും ജനങ്ങൾ, പാണക്കാട് റോഡ് മുഴുവനും നിറഞ്ഞു കിടക്കുക, വാഹനങ്ങൾ മുഴുവനും പാർക്ക് ചെയ്തിരിക്കുക, ആളുകൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഒരു വിരുന്നുകാരനെ പോലെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കയറി വരിക. ആരും കയറി വരുന്നു. ആ കയറി വരുന്ന സമയത്ത് എല്ലാവരെയും ഒരേ രൂപത്തിൽ സ്വീകരിക്കുമ്പോ അത്ഭുതം തോന്നിപ്പോയ ഒരു കാഴ്ച എന്തായോ, തങ്ങളെ ഞങ്ങളെ നാട്ടില് ബദർ ബൈത്ത് ഒന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ് ഒരു പാവപ്പെട്ട മനുഷ്യൻ വരുമ്പോ ആ തിരക്കിൽ നിന്ന് എഴുന്നേറ്റ് പോയി അകത്ത് പോയി മജ്ലിസ് നൂറിന്റെ ഏട് കൊണ്ടുവന്നിട്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് അത് കയ്യിലേക്ക് കൊടുത്തിട്ട് സമ്മതം കൊടുക്കുമ്പോ ഒരു മുഖ്യമന്ത്രിക്ക് പോലും കിട്ടാത്ത സ്വീകാര്യത മജ്ലിസ് നൂറിന് കിട്ടുമ്പോൾ അത് തന്നെയാണ് ആദർശം എന്ന് പറയുന്നത്. മന്ത്രിമാരെ കാണുമ്പോൾ വലിച്ചെറിയേണ്ട ആദർശമല്ല സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് പാണക്കാട് തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ അനുഭവമാണ്. അങ്ങനത്തെ ഒരു നേതൃത്വത്തിന്റെ കയ്യിൽ നിന്ന് അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾ ചൊല്ലാനുള്ള ഈ പരിശുദ്ധമായ വഴി ഇത് ഖിയാമത്ത് നാൾ വരെ നമുക്ക് നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സമയം ദീർഘിച്ചു പോയി. ഒരൊറ്റ വാക്ക് ഈ സദസ്സിൽ നിന്ന് എല്ലാവരും തീരുമാനിക്കുക, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് ഇനി ചെയ്യരുത്.
ഹറാമ് ചെയ്യരുത്, നിസ്കാരം ഖളാ ആക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് പറയരുത്, വിദുരത്തിലേക്ക് പോകരുത്, കാപ്പട്യത്തിലേക്ക് നീങ്ങരുത്, അല്ലാഹുവിനെ ഇഷ്ടമില്ലാത്ത ഒന്നിലേക്കും പോകരുത്. ഔലിയാക്കളെ സ്നേഹിച്ച്, ബദരീങ്ങളെ സ്നേഹിച്ച്, ഖുർആൻ ഓതി, സ്വലാത്ത് ചൊല്ലി, ബദർ ബൈത്ത് ചൊല്ലി, അല്ലാഹു ദീന് ഉള്ള സമയം ഉപയോഗപ്പെട്ട് ഖിദ്മത്ത് ചെയ്യുക. സമ്പത്തുണ്ടോ, സമ്പത്ത് റബ്ബിന്റെ ദീനിന് വേണ്ടി കൊടുക്കുക. ആരോഗ്യമുണ്ടോ, ആരോഗ്യം റബ്ബിന്റെ ദീനിന് വേണ്ടി കൊടുക്കുക. ഇന്ന് എന്റെ ആരോഗ്യം അല്ലാഹു എടുത്തു കളയാണെങ്കിൽ പിന്നെ എനിക്ക് സമസ്തക്ക് വേണ്ടി നടക്കാൻ കഴിയൂല. എന്നാണോ എന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നത് അതുവരെ സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. എന്റെ കയ്യിൽ സമ്പത്ത് എന്നാണോ കഴിയുന്നത് വരെ ആ സമ്പത്ത് സമസ്തക്ക് വേണ്ടി കൊടുക്കണം. എന്റെ സമയം എന്നാണോ അവസാനിക്കുന്നത് അതുവരെ ആ സമയം സമസ്തക്ക് വേണ്ടി കൊടുക്കണം. 93 കൊല്ലം ജീവിച്ച കണ്ണിയത്ത് ഉസ്താദ് നടക്കാൻ വയ്യാത്ത സമയത്ത് വരെ കസേരയിൽ ഇരുത്തിയിട്ട് താങ്ങിക്കൊണ്ടുവന്നത് സമസ്തക്ക് ശക്തി പകരാനായിരുന്നു. എന്നെക്കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറില്ല. മഹാനാകുന്ന ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രയാസം എത്രയാ. ആ മനുഷ്യൻ ഇന്ന് രാവിലെ പുറപ്പെട്ട് നിലമ്പൂരിലെത്തുമ്പോൾ അവിടെ തടിച്ചുകൂടിയ മുഅ്മിനീങ്ങൾക്ക് മുമ്പിൽ സമസ്തയെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊടുത്ത് ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും ഒരു 5-10 മിനിറ്റ് അവസാനിപ്പിച്ച് ഓടുകയല്ല ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് നിറയെ സന്തോഷം, ഒരു ആശീർവാദം തന്ന് ഇവിടെ ഇരിക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ഉസ്താദ് കിട്ടാനുള്ളത്? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ റബ്ബേ നീ എനിക്ക് തന്ന സമയം നിനക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയല. നമുക്കും അതിന് കഴിയണം. അതുകൊണ്ട് എല്ലാവരും സമസ്തയുടെ കാര്യങ്ങളാവുക. 90ാം വാർഷികത്തിന്റെ ഭാഗമായി നല്ല നല്ല പദ്ധതികളും പ്രവർത്തനങ്ങളും വരുമ്പോ അതൊക്കെ ശക്തിയായി നിങ്ങൾ പ്രവർത്തന രംഗത്ത് സജീവമായി നിങ്ങൾ നടപ്പിലാക്കുക. റബീഉൽ അവ്വൽ വരാൻ പോവുകയാണ്. പൊതുജനങ്ങളെ മുഴുവനും റബീഉൽ അവ്വലിന് മുമ്പ് തന്നെ ഒരുമിച്ച് കൂട്ടിയിട്ട് റബീഉൽ അവ്വൽ ഒരു ദിവസം പോലും മൗലിദ് ഖളാ ആകരുത് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കലായിരിക്കണം സമസ്തയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ തരത്തിൽ എല്ലാവരെയും നബിയിലേക്ക് അടുപ്പിക്കുക, എല്ലാവരെയും ഔലിയാക്കളിലേക്ക് അടുപ്പിക്കുക, എല്ലാവരെയും സ്വാലിഹീങ്ങളിലേക്ക് അടുപ്പിക്കുക. എന്തിനെന്ന് ചോദിച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ മഹാനാകുന്ന സൈനുൽ ഉലമ പറഞ്ഞതിലെ അൽ മർഉ മഅ മൻ അഹബ്ബ, ആരെയാണോ നിങ്ങൾ സ്നേഹിച്ചത് അവരോടുകൂടെ നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ പ്രവേശിക്കാം. അത് എവിടെയായിരിക്കാം എന്ന് പറയാൻ പറ്റൂല. മഹാന്മാരോടൊപ്പമാണെങ്കിൽ സ്വർഗത്തിൽ, അല്ലാത്തവരോടൊപ്പമാണെങ്കിൽ അവർ പോകുന്ന സ്ഥലത്ത് പോകേണ്ടി വരും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് മഹാന്മാരിലേക്ക് ജനങ്ങൾ അടുപ്പിക്കുക. ആരെങ്കിലും ഏതെങ്കിലും പഴുത്ത സംഘത്തിലോ പ്രവർത്തനത്തിലോ പെട്ടുപോയെങ്കിൽ അവരൊന്നും കുറ്റക്കാരാവാൻ കൊതിച്ചു പോയതല്ല. അവർക്കൊരു ദുർബല ഘട്ടത്തിൽ കാര്യം മനസ്സിലാവാതെ പോയവരാ. അവർക്കൊക്കെ വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. അവരൊക്കെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒരിക്കലും ആക്ഷേപങ്ങൾ വേണ്ട, പരിഹാസ്യങ്ങൾ വേണ്ട. ആരെങ്കിലും എവിടെയെങ്കിലും പെട്ടുപോയാൽ ഒരു ചവിട്ടുകൂടി കൊടുത്തിട്ട് അവരെ തള്ളിയിടലല്ല, അവരെ നല്ല നിലക്ക് കരകയറ്റിക്കൊള്ളുന്നിട്ട് അവർ കൂടി സമസ്തയുടെ ഈ പതാക പിടിക്കട്ടെ. മഹ്ദി ഇമാമിന്റെ കൊടിക്കീഴിലേക്ക് ഈ സംഘമൊന്ന് സഞ്ചരിക്കട്ടെ. നാളെ ലിവാഉൽ ഹംദിൽ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം ഒന്ന് അണിചേരട്ടെ എന്ന ലക്ഷ്യത്തോടെ ദീനിന്റെ ഖാദിമീങ്ങളാവുക. ഹറാമുകൾ ചെയ്യരുത്, കുറ്റങ്ങളൊന്നും ചെയ്യരുത്. എന്തൊക്കെ തെറ്റുകളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തിരുത്തണം. തുണിയൊന്നും നെര്യാണിക്ക് താഴെ ഇറങ്ങരുത്. എല്ലാ തിന്മകളും ഒഴിവാക്കുക. ഇനി വേണ്ടാത്തത് ചെയ്യരുത്, നല്ലതേ ചെയ്യാവൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശാലമായി ഇൻഷാ അല്ലാഹ് വിശദമായി പിന്നീട് നമുക്ക് സംസാരിക്കാം. ഇന്ന് നമുക്ക് അസ്ഹാബുൽ ബദർ ഇസ്മുകൾ വളരെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഓരോ വരികൾക്ക് ജവാബ് ഇന്ന് ചെല്ലുന്നില്ല. ഒരു വരികൾ ഇടവിട്ടുകൊണ്ടാണ് ജവാബ് ചെല്ലുന്നത്. എന്നിട്ട് വേഗം ബദർ ബൈത്ത് ചൊല്ലി 7 ഫാത്തിഹ എണ്ണം കുറക്കാൻ പാടില്ല എന്നതുപോലെ ബദരീങ്ങൾ ഇസ്മുകൾ അവിടെയും എണ്ണം കുറക്കാൻ പാടില്ല. ആ രീതിയിൽ ഏറ്റവും അക്കല്ലായ രീതിയിൽ ഇന്ന് ബദർ ബൈത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാ. ചെരുപ്പൊക്കെ കാലുള്ളവർക്കൊന്ന് ഊരിയിട്ട് മേലെ വെച്ചാൽ മതി. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു പറഞ്ഞത് ഫഖ്ലു നാലൈക, നിങ്ങൾ 2 ചെരുപ്പൊന്ന് ഊരി വെക്കുന്നതാണ്. എന്താ കാരണം? ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ്, നിങ്ങളൊരു പരിശുദ്ധ സ്ഥലത്താണ്, അല്ലാഹുവോട് സംസാരിക്കാൻ വന്നാലേ. അതുകൊണ്ട് ചെരുപ്പൊക്കെ ഊരിക്കാനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ചെരുപ്പൊക്കെ ഊരിയിട്ട് അതിന്റെ മേലെ കാല് വെച്ച കുഴപ്പമില്ല.